പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും LSSൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്രിസ്മസ് പരീക്ഷയുടെ കൂടെ തന്നെ നിങ്ങൾ LSSന് വേണ്ടി വളരെ കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക, ഒരു 10-15 മിനിറ്റ്. കാരണം നിങ്ങൾ പഠിക്കുന്ന വിഷയം തന്നെ ആ LSSന് വേണ്ടി പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് LSSും നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയും ഒപ്പം നിങ്ങൾക്ക് എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ 10 മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് പരിശ്രമിക്കാം. എല്ലാവർക്കും ഐസക് അന്നയുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കിയാലോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി, എല്ലാവർക്കും അറിയാം പരിസ്ഥിതി ദിനം എന്നാണ്, ജൂൺ 5. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ്? ഭൂപേന്ദർ യാദവ്. മറന്നു പോവരുത്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? JP നഡ്ഡ. ഇപ്പോൾ എഴുതുമ്പോഴൊക്കെ നമുക്ക് മാറിപ്പോവരുത് കേട്ടോ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് എഴുതിയെടുത്ത് പഠിക്കണം. കേട്ട് പഠിക്കുന്നതിനേക്കാളും എഴുതിയെടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അക്ഷരത്തെറ്റ് വരാതെ വളരെ ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ് മക്കളെ? ചൈന. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നമുക്ക് നോക്കാം ഏതെല്ലാം ഉണ്ടെന്ന്. 7 കര അതിർത്തി അയൽ രാജ്യങ്ങളും 2 സമുദ്ര അതിർത്തി അയൽ രാജ്യങ്ങളും കൂടി ആകെ 9 അയൽ രാജ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് 7 കര അതിർത്തി. അത് ഏതെല്ലാമാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഏതെല്ലാമാണ് കര അതിർത്തി? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. കര അതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യം ഭൂട്ടാനാണ്. മാലദ്വീപാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലദ്വീപ്. കര അതിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന, ഏറ്റവും ചെറുത് മാലദ്വീപ്, ഏറ്റവും ചെറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഭൂട്ടാൻ, ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ്, ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ. മറന്നു പോകരുത്. അങ്ങനെ 9 അയൽ രാജ്യങ്ങളാണ് നമുക്കുള്ളത്. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? തേക്കാണ്. കപ്പൽ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇത് മലയാളവുമായി ബന്ധപ്പെട്ടതാണ്. തേക്ക്. ചുണ്ടൻ വെള്ളം ആഞ്ഞിലി മരത്തിൻ്റെ. കേടുവന്ന ഒരു ക്ലോക്ക് ഒരു ദിവസം എത്ര തവണ സമയം കൃത്യമായി കാണിക്കും? 2 തവണ അല്ലേ? രാവിലെ 11 മണി, വൈകിട്ടും ഒരു 11 മണി. അങ്ങനെ അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും 2 തവണ കൃത്യമായിട്ട് കാണിക്കും. ഏത് കേടായ ക്ലോക്കാണെങ്കിലും. ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ഓരോ മണി വീതം അടിക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര മണി അടിക്കും? ഒരു ക്ലോക്ക് ശ്രദ്ധിച്ച് ചോദ്യം എഴുതിയെടുക്കുക. ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ഓരോ മണി അടിക്കുമെങ്കിൽ ഒരു ദിവസം എത്ര മണി അടിക്കും? അതായത് ഒരു മണിക്ക് ഓരോ മണിക്കൂറിലും ഓരോ മണി അടിക്കും. അപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര മണി അടിക്കും? അതിന് നമ്മൾ കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണ് N/2 × A1 + AN. A1 + AN. N/2 A1 + AN. N എന്ന് പറയുന്നത് ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ /2. A1 എന്ന് പറയുന്നത് ഒരു ക്ലോക്കിൽ തുടക്ക സമയം എത്രയാണ്? 1 മണി, അവസാന സമയം 12 മണി. ഒരു ക്ലോക്കിൽ, നോർമൽ ക്ലോക്കിൽ സമയം 12 മണി. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ 156. അപ്പോൾ ഒരു ദിവസം എത്ര മണി അടിക്കും മക്കളെ? 156 മണി അടിക്കും. 24/2 12, 12 1 13. ആ 12 × 13 156. അപ്പോൾ അതിൻ്റെ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കണം. N/2 × A1 + AN. A1 എന്ന് പറയുന്നത് ക്ലോക്കിൽ ആദ്യത്തെ സമയം 1, AN എന്ന് പറയുന്നത് 12, N എന്ന് പറയുന്നത് ആ ദിവസത്തെ ഒരു ദിവസം എന്നുള്ളത്. ഒറ്റയാനെ കണ്ടെത്തുക.
മെയ്, സെപ്റ്റംബർ, മാർച്ച്, ഡിസംബർ മാസങ്ങളെല്ലാം പഠിച്ചിരിക്കണം. ഇതിലാരാണ് സെപ്റ്റംബറാണ്, കാരണം ബാക്കി എല്ലാ മാസങ്ങളും 31 ദിവസങ്ങൾ വീതമുണ്ട്. കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ നെഫ്രോളജി കിഡ്നി വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ എല്ലാ ഫിനോളജി നമ്മുടെ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം, ഒഫ്താൽമോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനം, റിനോളജി മൂക്ക്, അതൊന്നും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. പൾമനോളജി ശ്വാസകോശം, ഇതെല്ലാം നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാർഡിയോളജി ഹൃദയം, നെഫ്രോളജി കിഡ്നി വൃക്ക. ഫെബ്രുവരി 2014 ഫെബ്രുവരി 1 ശനിയാഴ്ച ആയാൽ 2014 മാർച്ച് 1 ഏത് ദിവസമാണ്? ശനിയാണ്. 2014 ഫെബ്രുവരി 1 ശനിയാഴ്ചയായ 2014 മാർച്ച് 1 ഏത് ദിവസമാണ്? ആദ്യം 2014 ഓഡ് ഇയറാണ് ലീപ്പ് ഇയറാണോ നമുക്ക് നോക്കണം. അപ്പോൾ 2014 4 പോവില്ലാത്തത് കൊണ്ട് അതെന്താണ്? ഓഡ് ഇയറാണ്. അപ്പോൾ ഫെബ്രുവരി 1 ശനിയാഴ്ചയാൽ മാർച്ച് 1 ശനിയാഴ്ചയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഫെബ്രുവരി 1 ഏത് ദിവസമാണ് ആ ദിവസം തന്നെയായിരിക്കും നമ്മുടെ മാർച്ച് 1-ാം തീയതി. അതാണ് ശനിയാഴ്ച. വേറൊരു രീതിയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അപ്പോൾ ഓഡ് ഇയറിൽ ഫെബ്രുവരിയിൽ 28 ദിവസവും മാർച്ചിൽ 28 ദിവസം സെയിം ദിവസങ്ങളായിരിക്കും. പക്ഷേ വേറൊരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2 മുതൽ മാർച്ച് 1 വരെ എത്ര ദിവസങ്ങളുണ്ട്? 28 ദിവസങ്ങളുണ്ട്. ആ 28നെ 7 കൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. സിസ്റ്റമുണ്ടോ? റിമൈൻഡർ ഇല്ല, 0ആണ്. അപ്പോൾ 0 ആയതുകൊണ്ട് ശനി തന്നെയാണ്. 1ആണെങ്കിൽ ഞായറായേനെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫെബ്രുവരി 1 മുതൽ 28 വരെയുള്ള ദിവസങ്ങളും മാർച്ച് 1 മുതൽ 28 വരെയുള്ള ദിവസങ്ങളും എല്ലായ്പ്പോഴും ഓഡ് ഇയറിൽ സെയിം ആയിരിക്കും. ഓക്കെ. 1000-ന് താഴെ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 1000-ന് താഴെ, 1000-ന് താഴെ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 999 - 100. അതെങ്ങനെ കണ്ടുപിടിക്കണം? 999. 1000-ന് താഴെയുള്ള 999 - 100 എന്ന് പറയുമ്പോൾ 899. 899 പ്ലസ് 900. 900 ആയിരുന്നു. സോറി, ഒരു 0 ഞാൻ അറിയാണ്ട് കൂടുതൽ ഇട്ടുപോയി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോറി. സോ 900 3 അക്ക സംഖ്യകളുണ്ട്. രാജ്യാന്തര ഓസോൺ ഡേ എന്താണ്? സെപ്റ്റംബർ 16. എല്ലാ ഡേയ്സുകളും നമ്മൾ നോക്കി വയ്ക്കണം. രാജ്യാന്തര ഓസോൺ ഡേ സെപ്റ്റംബർ 16. നിങ്ങൾക്ക് ഡേയ്സിൻ്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ ഡേയ്സുകളും നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ ലഭിക്കുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അധ്യാപകരെ മെൻറ്റർമാരാക്കി നിർത്തുന്ന പദ്ധതിയാണ് സഹിതം. ഇപ്പോൾ നമ്മളുടെ പുതിയ സിസ്റ്റം അനുസരിച്ച് വിദ്യാർത്ഥികളെ ലേണർ എന്നും അധ്യാപകരെ മെൻറ്ററും എന്നാണ് പറയുന്നത്. അപ്പോൾ പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അധ്യാപകരെ മെൻറ്റർമാരാക്കി നിർത്തുന്ന പദ്ധതിയാണ് സഹിതം. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന പദ്ധതിയാണ് ജീവൻ രേഖ. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. സ്പർശ് 2024 ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. സ്പർശ് 2024 പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഈ നോട്ടുകൾ എല്ലാവരും ഒന്ന് കുറിച്ച് വെച്ച് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പദ്ധതികളുടെയോ ഡേയ്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്ഥാനങ്ങളെല്ലാം കേരളത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ മന്ത്രിസ്ഥാനങ്ങളൊന്ന് നോട്ട് ചെയ്യണം. നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.